സ്റ്റോക്ക് വരുന്ന ടയർ മെറ്റ്സെല്ലറിൻ്റെ ടൂറൻസ് എന്ന് പറഞ്ഞ മോഡൽ. അതൊരു റോഡ് ഫോക്കസ്ഡ്, ഒരു ലോങ് ടൂറിങ് ടയേഴ്സാണ് അതും വെച്ച് അധികം അക്രമമൊന്നും നമുക്ക് ഓഫ് റോഡിൽ പോയി കാണിക്കാൻ പറ്റില്ല. ഞാനങ്ങനെ അക്രമം കാണിച്ചിട്ട് ഞാൻ 2-3 തവണ വീണിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചാനൽ ചെക്ക് ചെയ്തിട്ടൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന റേസിൻ്റെ ടയറാണ്. ഇതാണ് റേസിൻ്റെ ട്രയലാർ എന്ന് പറഞ്ഞ മോഡൽ. ഫ്രണ്ട് നമുക്ക് ടയർ സൈസ് 19 ഇഞ്ചാണ് വരുന്നത്. 19 ഇഞ്ചിൽ നമുക്ക് ടയർ സൈസ് വരുന്ന 100/90/19. പിന്നെ ബാക്കിലേക്ക് വരുമ്പം സ്റ്റോക്ക് ടയറിൻ്റെ സൈസ് വരുന്നത് 130/80/17. ഇതിപ്പോൾ 140/80/17 ആക്കി. കാരണം എനിക്കിതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ലുക്ക് നോക്കുമ്പോൾ ഇല്ലേ, ടയർ ഭയങ്കര ഒരു ചെറുതായ പോലത്തെ ഫീലാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ലുക്ക് നോക്കിയാൽ കുറച്ചൊരു ഒരു 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 ബിഗ് ബൈക്ക് ഫീൽ കിട്ടില്ലേ, ടയർ കുറച്ച് വലുതായപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അപ്ഗ്രേഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. സൈസ് വിഡ്ത്ത് മാത്രമേ കൂടിയുള്ളൂ. ബാക്കി പ്രൊഫൈലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ടയറിൻ്റെ കേസും ഞാൻ ഓൺ റോഡ് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫീൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എനിക്ക് ഈ റേസിൻ്റെ ടയർ ഞാനിപ്പോൾ ഓടിച്ചിട്ട് ഉള്ള ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ, വെറ്റ് ഗ്രിപ്പ് മീൻസ് ഈ മഴയത്ത് റൈഡ് ചെയ്യുമ്പോൾ അടിപൊളിയാണ് സാധനം. പിന്നെ കോർണർ അടിക്കാൻ അത്ര സെറ്റപ്പൊന്നുമല്ല. നമ്മുടെ എന്താ പറയുക, ഞാൻ മുമ്പ് യൂസ് ചെയ്ത സ്റ്റോക്ക് ടയർ ഇല്ലേ മെറ്റ്സെല്ലർ, അതിൻ്റെ അത്ര സെറ്റപ്പൊന്നുമില്ല കോർണർ അടിക്കാൻ വേണ്ടി. പക്ഷേങ്കിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡോ അതും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പിങ്ങോ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഈ ടയർ തന്നെ എടുക്കുന്നുണ്ട്. ഈ ടയർ ഒരുപാട് ഇമ്പാക്റ്റ് എടുത്തതിന് ശേഷമാണ് സസ്പെൻഷനിലോട്ട് ബാക്കിയുള്ള ഇമ്പാക്റ്റ് വരുന്നുള്ളൂ. അത്ര ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഈ ടയർ തന്നെ. അതിൻ്റെ ഈ പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു AT ടയർ, ഓൾ ട്രെയിൻ ടയറായത്. പിന്നെ എനിക്ക് പെർഫോമൻസിലൊന്നും വലിയ ഇഷ്യൂ ഒന്നുമില്ല, മൈലേജിലും ഇഷ്യൂ ഇല്ല. ജസ്റ്റ് ഇപ്പം ബാക്ക് സൈസ് ഞാൻ അപ്പ് സൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 140/80/17 സൈസാണ്. സ്റ്റോക്ക് ടയറിൻ്റെ സൈസ് വരുന്നത് 130/80/17. ഒരു 10 മില്ലിമീറ്റർ വിഡ്ത്ത് കൂട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് ഹിമാലയൻ 450 ഇല്ലേ, അതിൻ്റെ സെയിം സൈസാണ് ഇപ്പം ബാക്കിൽ ഞാൻ ഇട്ടേക്കുന്നത്. ആ ഒരു സൈസ് ആക്കിയപ്പോൾ തന്നെ വണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്. മറ്റേതൊരു ഭയങ്കര ഒരു മെലിഞ്ഞൊരു ടയർ പോലെയായിരുന്നു ആദ്യത്തെ സ്റ്റോക്ക് ടയർ. ഇതിൻ്റെ ലൈഫും കാര്യങ്ങളൊന്നും എത്രയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് മുമ്പ് സ്റ്റോക്ക് ടയർ എനിക്ക് ലൈഫ് കിട്ടിയത് 14,000 കിലോമീറ്റർ വരെ എനിക്ക് ലൈഫ് കിട്ടി. പക്ഷേങ്കിൽ അത് കുറച്ചുകൂടി കട്ട ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം അതിൻ്റെ സൈഡ് വാൾ കംപ്ലീറ്റ് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ കൂടി ഇപ്പോൾ ഇവിടെ വെച്ച് തരാം. ഈ സൈഡ് വാൾ കീറിയ കാര്യം ടയറിൽ ഓൾറെഡി ഉള്ള എയർ കംപ്ലീറ്റ് ഒഴിച്ച് പുറത്തേക്ക് കളഞ്ഞപ്പോഴാണ് ഈ കീറിയ കാര്യം വിസിബിളാകുന്നത് പുറത്തോട്ട്. അല്ലാണ്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ആ കീറ് നമ്മൾ കാണൂല. വണ്ടി സൈഡിൽ നിന്ന് സൈഡ് വ്യൂ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല അത്. പക്ഷേ ആ ടയർ ഞാൻ മാറ്റാൻ പോയി, ടയർ മാറ്റിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഈ മെറ്റ്സെല്ലർ ഊരിയപ്പോൾ കാറ്റ് മൊത്തം കളഞ്ഞപ്പോഴാണ് ഈ കീറ് കാണുന്നത്. അതെന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനധികം ഹൈവേ ടൂറിങ് തന്നെ ചെയ്തിട്ടുള്ളൂ. ഓഫ് റോഡൊക്കെ 3-4 തവണ മാത്രമേ പോയിട്ടുള്ളൂ. അതും അത്ര ഹാർഡ് കോർ ഓഫ് റോഡൊന്നും പോയിട്ടൊന്നുമില്ല ആ ടയർ വെച്ചിട്ട്. പൊതുവേ നല്ല അഭിപ്രായം മെറ്റ്സെല്ലറിനെ പറ്റിയിട്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു സംഭവം മാത്രം എനിക്കൊരു കുറച്ചൊരു ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരു സൈഡ് ബോൾ കീറിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ. കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ റേസിൻ്റെ ടയറിൻ്റെ ഇതിൻ്റെ റൈഡ് ഫീലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, നമുക്കധികം ഈ AT ടയർ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ബട്ടൺ ടയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ട് ഭയങ്കരമായിട്ട് കുറയും. പക്ഷേ ഈ ടയർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ ആ ഒരു ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ കംഫർട്ടിലും കാര്യങ്ങളൊന്നും വലിയ കുറവൊന്നുമില്ല. പെർഫോമൻസിൻ്റെ വൈസ് ആണെങ്കിലും മൈലേജിൻ്റെ വൈസ് ആണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി. ബാക്കിയുള്ള ആൾക്കാർ ബാക്കി ബൈക്സിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയില്ല. അതങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ പറയാനുള്ളത്, ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കോൺസിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം, ചെറിയൊരു ഹമ്മിങ് സൗണ്ട് ഉണ്ട്. ഒരു 4,000 to 5,000 അല്ലെങ്കിൽ ഒരു 6,000 RPM നമ്മൾ എത്തുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ ചെറിയൊരു ഹമ്മിങ് സൗണ്ട് ഉണ്ട്. ഒരു ഹൂ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ചില താറൊക്കെ ഇല്ലേ, മഹീന്ദ്ര താറൊക്കെ നമ്മൾ ഓൾട്ടറേൻ ഡയറക്റ്റ് പോകുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ, റോഡ് നോയ്സ്. അതേപോലുള്ള റോഡ് നോയ്സ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എനിക്കിപ്പം വലിയ കുഴപ്പമില്ല. ആദ്യം ഭയങ്കര ഇറിറ്റേറ്റിംഗ് പോലെ തോന്നി ആ സംഭവം. പിന്നെ ഇപ്പം ഇതിപ്പോൾ ഓടിച്ച് ശീലമായതുകൊണ്ടായിരിക്കും ഇപ്പം വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ച പുതിയ ടയറല്ലേ,
കുറച്ച് ഓടിക്കഴിയുമ്പോൾ മാറുന്നു. പക്ഷേ ഇതുവരെ മാറിയിട്ടില്ല. ടയറിപ്പോൾ മാറിയിട്ടിപ്പോൾ ഒരു 1000 കിലോമീറ്റർ ഓടി വണ്ടി. ടയറിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ ഗൈസ്. പിന്നെ ഞാൻ ഈ ടയർ യൂസ് ചെയ്തിട്ട് മഴയത്ത് ട്രിപ്പ് പോയിട്ടുണ്ട്. വാൽപ്പാറ പോയിട്ടുണ്ട്, പിന്നെ നമ്മളെ നെല്ലിയാമ്പതിയും വാൽപ്പാറൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഈ ടയർ ഇട്ടിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കനം, നല്ല സെറ്റ് സീന് മഴയായിരുന്നു. ആ മഴയത്തും ഞാൻ അത്യാവശ്യം നല്ലോണം അഗ്രസീവായിട്ട് റൈഡ് ചെയ്തിട്ടും എനിക്ക് കോൺഫിഡൻസിലും കാര്യങ്ങളൊന്നും കുറവില്ല. അതിൻ്റെ അർത്ഥം ഇതിന് വെറ്റ് ഗ്രിപ്പ് നന്നായിട്ടുണ്ട് ഈ ടയറിന്. പിന്നെ പറയാനുള്ളത് ബ്രേക്കിങ്ങും അടിപൊളി തന്നെയാണ്. ബ്രേക്കിങ്ങിൽ എന്തായാലും ചെറിയൊരു പങ്ക് ടയറിനും കൂടിയുണ്ട്. കാരണം റോഡ് ഗ്രിപ്പ് നോക്കിയിട്ടാണല്ലോ നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ബ്രേക്കിങ്ങിന് വേറെ സീനൊന്നുമില്ല. നമുക്ക് ആദ്യം സ്റ്റോക്കിൽ എന്താണോ കിട്ടിക്കൊണ്ടിരുന്നത് ആ സെയിം പെർഫോമൻസ് തന്നെ ബ്രേക്കിങ്ങിലും കിട്ടുന്നുണ്ട്. വേറെ ഇതിൻ്റെ ലുക്സ് തന്നെയാണ് ഗൈസ് പറയാനുള്ളത്. ഒരു രക്ഷയില്ലാത്ത ലുക്ക് എന്നൊക്കെ പറഞ്ഞാലില്ലേ, ആൾക്കാർ വണ്ടി നോക്കുന്നതിനേക്കാളും മുന്നേ ടയർ നോക്കും. ആ രീതിയിലുള്ള ലുക്കാണ്. ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ബാക്കിൽ ഞാൻ അപ്സൈസ് കൂടി ചെയ്തുകൊണ്ട് കുറച്ചും കൂടി നല്ല ഹെവി ആയി ഇരിക്കുന്നത് വണ്ടിയുടെ ബാക്ക് പോർഷൻ കാണുമ്പോൾ. പിന്നെ കോസ്റ്റ് നിങ്ങൾക്കറിയാലോ, അത് റേസ് മോട്ടോയുടെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്ന സെയിം റേറ്റ് തന്നെയാണ് ഞാൻ ഇവിടുന്ന് ടയർ മാറ്റിയിരിക്കുന്നത്. 8500 സംതിങ്, 8600 അടുത്തായി 2 ടയറിനും കൂടി പെയർ. രണ്ടും ട്രയലാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടാ ഈ ടയറിൻ്റെ ഞാൻ വേറൊരു ഗുണം കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ റോഡില്ലേ, ഇങ്ങനെ ചാടിച്ച് പോകാൻ ഭയങ്കര രസമാണ്. പിന്നെ മെറ്റ്സെല്ലറിൻ്റെ കേസ് പറയുമ്പോൾ മെറ്റ്സെല്ലർ ഒരു പെയർ ഫ്രണ്ടും ബാക്കും മാറണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 21,000 രൂപേൻ്റെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. ആ സ്ഥാനത്ത് ഇതിന് വെറും 8,600 രൂപേൻ്റെ അടുത്തേ കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ വാല്യൂ ഫോർ മണി നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടയർ തന്നെ, അതിലൊന്നും പറയാനില്ല. അടിപൊളിയാണ്. റോഡ് ഗ്രിപ്പ് ആണെന്നുണ്ടെങ്കിലും ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും കംഫർട്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൂടി ബാലൻസ്ഡാണ്. ട്രയംഫ് ഇതിന് അവരുടെ സൈഡിലും കാര്യങ്ങളിലൊക്കെ 50% ഓഫ് റോഡ്, 50% ഹൈവേ റൈഡിങ് അങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി ഒരു ഓഫ് റോഡ് ഫോക്കസ്ഡാണ്. കാരണം നമ്മൾ ഈ ട്രയൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഈ ടയർ സെറ്റ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ട്രയൽസും കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്, ഇതിൻ്റെ പെർഫോമൻസ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് ട്രയൽസ് കൊണ്ടുപോകാൻ പറ്റിയ ടയറാന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു പാറ്റേണും ഇതിൻ്റെ ആ ഒരു റൈഡബിലിറ്റി ഒക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ട്രയൽസ് പോകാൻ നല്ല സെറ്റായിരിക്കും തോന്നുന്നുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹിമാലയൻ 450 അല്ലെങ്കിൽ എക്സ്പൾസ് 200, 210, KTM 390 അഡ്വഞ്ചർ, KTM 250 അഡ്വഞ്ചർ, ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 400 XC, പിന്നെ വേറെ ഇതുള്ള സ്ക്രാം 440, സ്ക്രാം 411, ഇങ്ങനെയുള്ള എല്ലാ ബൈക്സിനും ഈവൻ നമുക്ക് ബുള്ളറ്റിന് പോലും ഈ ടയറിൻ്റെ സൈസ് അവൈലബിളാണ്. നിങ്ങൾ ജസ്റ്റ് റൈസിൻ്റെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് ഈ ടയർ ചെക്കൗട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കംപ്ലയിൻസ് ആയിട്ട് അധികം പറയാനൊന്നുമില്ല. ആ സൗണ്ടിൻ്റെ ഇഷ്യൂ മാറ്റി നിർത്തിയാൽ വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. പിന്നെ ഈ ടയറിൻ്റെ ഈ നോയ്സിൻ്റെ സൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതെനിക്ക് മാത്രമാണോ അല്ലെങ്കിൽ ഈ ടയർ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്ന അവർക്കും ഈ സെയിം പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അറിയാലോ ഇത് എനിക്ക് മാത്രം കിട്ടിയതാണോ അല്ലെങ്കിൽ എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ടോയെന്ന്. വേറെ പ്രത്യേകിച്ചൊന്നും ടയറിനെ പറ്റി പറയാനില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, റോഡിൽ അത്യാവശ്യം ഇത് ഞാൻ ഓടിച്ച് റോഡിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ് കംപ്ലീറ്റ്ലി. ഇനിയിപ്പോൾ ട്രയൽസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഓഫ് റോഡ് കൊണ്ടുപോയി നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എത്ര ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും അധികം ലേറ്റ് ആക്കാണ്ട് അങ്ങനെയുള്ളൊരു വീഡിയോയും കൂടി ഷൂട്ട് ചെയ്തിട്ട് കൂടുതൽ ഫീഡ്ബാക്ക് ഇതിൻ്റെ ഞാൻ തരാം, ഒരു ഓണർഷിപ്പ്. പിന്നെ ലൈഫും കാര്യങ്ങളൊക്കെ എത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് എന്തായാലും ഗസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അത് ലോങ് റണ്ണിൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിന് എത്ര ടയർ ലൈഫ് കിട്ടുന്നുണ്ടോ. എനിക്ക് മെറ്റ്സെല്ലർ ഇതിൻ്റെ മുമ്പുള്ള സ്റ്റോക്ക് ടയർ മെറ്റ്സെല്ലറിൻ്റെ 2 റൺസിന് എനിക്ക് ടയർ ലൈഫ് കിട്ടിയിരിക്കുന്നൊരു 14,000 കിലോമീറ്ററാണ്. ഇപ്പം വണ്ടിയുടെ ഓടിൽ 15,100 കിലോമീറ്റർ ആവാനായിട്ടുണ്ട്. ഈ ടയർ ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഒരു 1000 കിലോമീറ്റർ പ്ലസ് ഞാൻ റൈഡ് ചെയ്ത് ഈ ടയറുമായിട്ട്. കുഴപ്പമൊന്നുമില്ല ഇതുവരെ. സെറ്റ് ടയർ പറ്റിയാണ്, സീനൊന്നുമില്ല. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ടൂർ ആർ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ടൂർ ആർ ഉണ്ട്,
പിന്നെ വേറെ എന്തൊക്കെ 6 ഉണ്ട്. ഇവർ മൊത്തം 6 കളി. ടൂർ ആർ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമുക്കൊരു റോഡ് ഫോക്കസ്ഡ് ആ ടയർ. കുറച്ചും കൂടി ഇതിനേക്കാളും കംഫേർട്ട്, ഇത് കംഫേർട്ട് കുറവാണെന്നല്ല, ഇതിനേക്കാളും കുറച്ചും കൂടി കംഫേർട്ട് ചിലപ്പോൾ അതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ചും കൂടി റോഡ് ഫോക്കസ്ഡാണ്. നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള ട്രയൽസ് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ കുറച്ച് സ്ഥലത്ത് ഇപ്പോൾ ഒരു റോഡൊക്കെ ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ് റോഡ് ടാറും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള സ്ഥലമൊക്കെ ജസ്റ്റ് കംഫർട്ടബിളായിട്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടയർ തന്നെ മതി. അത് തന്നെ മോർ ദൻ ഇനഫാണ്. ഇതിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ 2 ഉണ്ട് ഗുണമെന്ന് പറയുന്ന പോലെ. ഇതിൻ്റെ കേസ് നമുക്ക് റോഡിലും വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കാം, ഓഫ് റോഡിലാകുമ്പം അതും നല്ല അടിപൊളിയായിട്ട് ഓടിച്ച് നടക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഈ ടയറിൻ്റെ റിവ്യൂ എന്ന് പറയാൻ. ഇത് റിവ്യൂ ആയിട്ടൊന്നും കൂട്ടണ്ട, ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞതേ ഉള്ളൂ.